കഴിഞ്ഞ 10 വർഷക്കാലമായി നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് UDF-ന് കേരളത്തില് അധികാരം കിട്ടാൻ പോകുന്നത്. അപ്പം എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? ഈ സമയത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ജനോപകാരപ്രദമായ ഒരു ഭരണ സംവിധാനമായിരിക്കും കേരളത്തിന് മണ്ണിൽ ഉണ്ടാവാൻ പോകുന്നത്. പുരോഗതിയുടെ കാര്യത്തില് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ നിലയിലോ അല്ലെങ്കിൽ ജയിച്ചു വരുന്ന വാർഡ് മണ്ഡലങ്ങളുടെ ഇതിന് വ്യത്യസ്തമായ നിലയില് സമഗ്രമായ വികസനം കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരായിരിക്കും UDF-ന്റെ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനമായിരിക്കാം. കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആ നിലയിലേക്കായിരിക്കും വരുന്നത്. മുസ്ലിം ലീഗ് എന്തായിരുന്നാലും മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള മേഖലകളില് VD സതീശന്റെ പേര് ഫ്ലക്സ് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി. എന്താണ് നമ്മുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ VD സതീശന്റെ പ്രവർത്തനങ്ങൾ സജീവമായ നിലയിൽ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ നാളുകളിൽ വന്നുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടന്നുള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ശക്തമായ മുന്നേറ്റം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്. LDF-ന്റെ ആൾക്കാർ ഞങ്ങൾക്ക് പൂർണ്ണമായി വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ LDF-ന് ബന്ധം കിട്ടിയെന്നാണ് പറയുന്നത്. 100% കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ നേതാവ് നിയമസഭാ കക്ഷി നേതാവും പ്രതിപക്ഷ നേതാവെന്ന് VD സതീശൻ പറഞ്ഞു, ആരെയും പിണക്കണ്ട, നമ്മൾക്ക് എല്ലാ മേഖലയിലുള്ള ആളുകൾ ചെയ്യും, LDF-കാരും ചെയ്യും. അതുകൊണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാണ് നിങ്ങൾ ആരോടും വലിയ ആവേശത്തിൽ അവരെ കയ്യും കാലും പൊക്കി മുദ്രാവാക്യം വിളിക്കാനൊന്നും പോകണ്ട. അതെല്ലാം നമുക്ക് വോട്ട് ചെയ്യാതിരിക്കുക. അത് വോട്ടായിട്ട് മാറി 35,000 വോട്ട് ധർമ്മടത്ത് ഭൂരിപക്ഷം കിട്ടേണ്ട സമയത്ത് PP അബ്ദുൾ റഷീദ് 2,800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുന്നിൽ നിൽക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്രമാത്രം ഒരു ഇടതുപക്ഷ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഇടതുപക്ഷ മേഖലകളിൽ നിന്ന് ഇത്രമാത്രം ഒരു വിരുദ്ധ സമീപനങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. 1957 മുതലുള്ള, അതായത് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ സഖാവ് EMS ആയിരുന്നല്ലോ മുഖ്യമന്ത്രിയായി വന്നത്. ആ നിലയിലേക്കുള്ള ഓരോ ഇടതുപക്ഷ മന്ത്രിസഭകൾ നമ്മളൊന്ന് പരിശോധിച്ചാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഒരിക്കലും ഇടതുപക്ഷത്തിനെതിരായിട്ടില്ല. അതായത് ഇപ്രാവശ്യം നമുക്ക് കാണാൻ സാധ്യമാകുന്നത്, അതിൽ വ്യത്യസ്തമായ നിലയിൽ കാണുവാൻ സാധ്യമാകുന്നത്, ഇടതുപക്ഷ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകള് പണ്ടത്തെ സർ ചക്രവർത്തിയുടെ ഏകാധിപത്യത്തിനെതിരെ ആയിരുന്നു സോവിയറ്റ് യൂണിയനിൽ സഖാവ് ലെനിന്റെ നേതൃത്വത്തിൽ നടന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവം. ചരിത്രം പഠിച്ചിട്ടുണ്ട്. നമുക്ക് സംഘപരിവാർ സംഘടനകൾപ്പെട്ട ചുരുക്കം ചില ആളുകളാണല്ലോ വോട്ട് കിട്ടുന്നുണ്ട്. അല്ല, അവിടെ ആളുകൾ വളരെ കുറവാണ്. RSSന്റെ വോട്ട് അല്ല, സ്വാഭാവികമായിട്ടും അവര് ഭരണവിരുദ്ധ വികാരം എന്നുള്ള നിലയിൽ ജയിക്കാനുള്ള സാധ്യതയുള്ള സ്ഥാനാർത്ഥി നിലയിലേക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ട്. അത് LDF-ന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രവർത്തകരുടെ അപേക്ഷിക്കാനുള്ള കുറച്ച് ക്രിമിനലുകള്, അതായത് അസാധ്യമായ വൈരാഗ്യം സൂക്ഷിക്കുന്ന ആളുകൾ ഒഴിച്ചാല് ബാക്കി പ്രവർത്തകർ ഔട്ട് ചെയ്തു. അതുകൊണ്ട് അവർക്ക് നേരെ അനാവശ്യമായ മുദ്രാവാക്യം വിളിക്കാതെ ഇനിയും ജോലി ഒരുപാടുണ്ട്. തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരാൻ കിടപ്പുണ്ട്. എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട്, അവരെ കൂടെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് VD സതീശന്റെ അഭിപ്രായമാണ് അവർക്ക് നേരെ അനാവശ്യമായ മുദ്രാവാക്യങ്ങളൊന്നും അനാവശ്യമായ മുദ്രാവാക്യങ്ങൾ കൊടുക്കാതെ അവരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ആഹ്ലാദ പ്രകടനം നടത്തണമെന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം. VD സതീശന്റെ അഭിപ്രായം അങ്ങനെയാണ്. UDF ആരെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാലും അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാലും അംഗീകരിക്കും. എങ്കിലും സാദിഖ് ശിവാത്തങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ജനപിന്തുണ, അത് പ്രതിപക്ഷ എന്നുള്ള നിലയിൽ അദ്ദേഹം കഴിഞ്ഞ 5 വർഷങ്ങൾ നടത്തിയ പോരാട്ടങ്ങള്, തേരോട്ടങ്ങള് വിജയകരമായിരുന്നു. എല്ലാ ബൈ ഇലക്ഷനുകളും വർദ്ധിച്ച ഭൂരിപക്ഷം, അതായത് ഏറ്റവും അതിശയകരമായ ഭൂരിപക്ഷം എന്ന് പറയുന്ന നിലമ്പൂരായിരുന്നു. PV അൻവറിനെ പോരാളുള്ള അന്നത്തെ സമയത്ത് ഭീഷണി ഉയർത്തിയിട്ട് പോലും അവിടെ വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും കേരളത്തിന് നമ്മുടെ ദേശീയ നേതൃത്വം സമ്മാനിക്കും എന്നുള്ള ഒരുറച്ച വിശ്വാസം കൂടെ ഞങ്ങൾക്കുണ്ട്. UDF കേരളത്തിലെ കാസർഗോഡ് 140 നിയോജക മണ്ഡലങ്ങളിലും ടീം UDF ശക്തമാണ്. ആ 140 നിയോജക മണ്ഡലങ്ങളിലും ജയിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. 100+ എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാർ പറഞ്ഞ അതേ ഒരു ലെവലിലേക്ക് കേരളത്തിലെ അവസാന റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾ എത്തും. കേരളത്തിൽ ഒരു UDF-ന്റെ വലിയൊരു തരംഗം കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയന്റെ ഭരണത്തിനെതിരായുള്ള ഒരു ജനവികാരം ഇന്ന് കേരളത്തിലുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് സർവേ ഫലങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നെക്ക ആണ്, അല്ലെങ്കിൽ സർവേ ഫലങ്ങൾ പറയുന്നത് പോലെ അല്ല എന്നൊക്കെ. പക്ഷെ സർവേ ഫലങ്ങൾ പറയുന്നതിനപ്പുറം
കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ ജനങ്ങൾ ഒരു അടിയൊഴുക്കിലൂടെ തന്നെ ഐക്യജനാധിപത്യം വേണ്ടി അധികാരത്തിൽ വരേണ്ട സമയമായി എന്ന് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. 100 സീറ്റിന് മുകളിൽ അധികാരത്തിൽ വരും.